ശരി, ഞാൻ സുമോദിലേക്കും സുല്ലൈസക്കിലേക്കും വരാം. തൗഫീഖ് കൂടി ചേരുന്നുണ്ട്. തൗഫീഖ് അവിടെ കെ സി വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് ചേരുന്നത്. കെ സി വേണുഗോപാൽ ഡൽഹിയിൽ തുടരുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ കെ സി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. തൗഫീഖ്, അദ്ദേഹം വസതിയിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ഇന്നിപ്പോൾ സതീഷിനെയും ചെന്നിത്തലയെയും സണ്ണി ജോസഫിനെയും ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തുമ്പോൾ, ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അതിൽ കെ സി വേണുഗോപാലും ഉണ്ടാകുമെന്ന സൂചനയുണ്ടോ? ദിവ്യ, കെ സി വേണുഗോപാൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ തുടരുകയാണ്. രാവിലെ ഇതുവരെയും അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. 10 മണിക്ക് ശേഷം മീറ്റിങ്ങുകൾക്കും മറ്റുമായി പുറത്തിറങ്ങുമെന്നുള്ള വിവരം നിലവിൽ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം വസതിയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നിന്നും ഡൽഹിയിലെത്തിയത്. അതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്ന് നടക്കാനിരിക്കുകയാണ്. സണ്ണി ജോസഫും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിലെത്തിയിരുന്നു. കേരളത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. കെ സി ഇപ്പോഴും വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. വലിയ MLA-മാരുടെ ഏറ്റവും കൂടുതൽ പിന്തുണ കെ സി വേണുഗോപാലാണുള്ളത്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അതിൽ നിന്നും കെ സി വേണുഗോപാൽ ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. താൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആവശ്യത്തിൽ കെ സിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് ഹൈക്കമാൻഡിന് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ പിന്മാറുകയാണെങ്കിൽ ബാക്കി 2 പേർ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഹൈക്കമാൻഡിന് നടത്തിയാൽ മതിയാകും. എന്നാൽ കെ സി വേണുഗോപാൽ ഇപ്പോഴും തന്റെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കെ സിക്ക് വേണ്ടി ഇപ്പോഴും നിരവധി ആളുകൾ രംഗത്തെത്തുന്നതിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. കെ സി വേണുഗോപാൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താനുള്ള ആ സാധ്യതയും നിലവിൽ കൂടുതലാണ്. ഏതായാലും ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ. അപ്പോൾ കേരളത്തിലെ നേതാക്കൾക്കൊപ്പം ചർച്ച നടത്തേണ്ടതില്ല. ഒരു പക്ഷേ ഈ ചർച്ചയ്ക്ക് ശേഷം കെ സിയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്താനിടയില്ലേ ഹൈക്കമാൻഡ്? തീർച്ചയായും ഒറ്റക്കുള്ള ഒരു ചർച്ചയായിരിക്കും നടത്തുക. അതല്ലാതെ ഒരുമിച്ച് 3 പേരെയും കൂട്ടിയിരുത്തിയുള്ള ഒരു ചർച്ച ഹൈക്കമാൻഡിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകില്ല. നേതാക്കന്മാരെ പ്രത്യേകമായി കണ്ടിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടാവുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഖാർഗെയുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ ചർച്ചയിൽ ഒരുപക്ഷെ നിരീക്ഷകർ ഉൾപ്പെടെ മുഗൾ വാസനിക് ഉൾപ്പെടെയുള്ള 2 നിരീക്ഷകരും ഈ ചർച്ചയുടെ ഭാഗമാകുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ ഉണ്ടാവുക. നേതാക്കളെ ഒരുമിച്ച് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നറിയില്ല. ഒരുപക്ഷെ ആർക്കും നിലവിൽ ഇതുവരെയും ഈ കൂടിക്കാഴ്ചക്കുള്ള സമയം അനുവദിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കേരള ഹൗസിൽ രമേശ് ചെന്നിത്തല എത്തിയപ്പോൾ കൂടിക്കാഴ്ചക്ക് സമയം അനുവദിച്ചു എന്ന് ചോദിച്ചിരുന്നു. ആ സമയം ചെന്നിത്തല പറഞ്ഞിരുന്നത് സമയം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായത്. ഒരുപക്ഷെ ആ സമയം ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും കെ സി വേണുഗോപാൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങുക. നിലവിൽ ഇപ്പോഴും കെ സി വേണുഗോപാൽ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകൾ തുടരുന്നുണ്ട്. കെ സി വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ ഉള്ളതിനാൽ കെ സിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഖാർഗെക്കും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും ഒരു വ്യക്തതയുണ്ട്. കെ സി വേണുഗോപാലിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന കാര്യം ഈ 2 ആളുകൾക്കും വ്യക്തതയുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ടത് രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം തന്നെ പി ഡി സതീശന്റെയും മനസ്സിലിരിപ്പ് എന്താണ്, അവർക്ക് എന്താണ് ഹൈക്കമാൻഡിനോട് പറയാനുള്ളത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയാണ് ഈ 2 നേതാക്കളെയും ഒപ്പം സണ്ണി ജോസഫിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കെ സി വേണുഗോപാൽ നേരത്തെ തന്നെ ഡൽഹിയിൽ ഉണ്ടാവുകയും ഈ നേതാക്കളൊക്കെയായിട്ട് നിരന്തരം ചർച്ച നടത്തുന്ന വ്യക്തിയായതിനാൽ കെ സിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം ഹൈക്കമാൻഡിന് വ്യക്തമായിട്ട് തന്നെ അറിയാം. മറ്റു 2 ആളുകൾ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പണം വലിക്കുന്ന മറ്റ് 2 ആളുകളുടെ മനസ്സിൽ എന്താണ് എന്നറിയുക എന്നുള്ളതാണ് ഇനി ഹൈക്കമാൻഡിന് മുന്നിലുള്ള ലക്ഷ്യം. അതിന് ഉച്ചയോടുകൂടി തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോവുകയുള്ളൂ. മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാകും. അതിനുശേഷം സോണിയാഗാന്ധി ആയിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും ഒടുവിലായിരിക്കും സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് ഇക്കാര്യം എത്തുക. ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധിയുടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. നേതാക്കൾ കേരള ഹൗസിൽ തുടരുകയാണ്. കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ലോധി റോഡിലുള്ള വസതിയിലുമാണ് ഇപ്പോഴുള്ളത്. ശരി, എന്തായാലും ഈ കുരുക്കഴിക്കുക അത് വലിയ വെല്ലുവിളിയാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച്. 3 നേതാക്കളും കടുംപിടുത്തം തുടരുകയാണ്. അപ്പോൾ ഇവരെ അനുനയിപ്പിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് ഇവരൊക്കെ ഈ തീരുമാനത്തിൽ നിന്ന്, കടുംപിടുത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. എന്തായാലും നേതാക്കൾ ഡൽഹിയിലുണ്ട്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഡൽഹിയിലുണ്ട്. അധികം വൈകാതെ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച നടക്കും. എന്തായാലും ഈ കുരുക്കഴിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ടത്തേക്കിനുള്ളിൽ തന്നെ ഈ തീരുമാനം, മുഖ്യമന്ത്രി ആര് എന്നതിൽ ഒരു പ്രഖ്യാപനം നടത്താനാണ് ഹൈക്കമാൻഡ് ഒരുങ്ങുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് ഡി ധനസുമോദും സുനിൽ ഐസക്കും തൗഫീഖ് അസ്ലവും നൽകിയത്.